ജീസസ് we love you. ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ. You're alone above. എല്ലാ കണ്ണുകളും അടച്ചു. Jesus we adore you. Jesus we adore you. Father we love you. ഞങ്ങളുടെ സാന്നിധ്യത്തെ ഞങ്ങൾ കൊതിക്കുന്നപ്പാ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെ. ചേർന്ന് പാടാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും. നിങ്ങളുടെ ശബ്ദം കേൾക്കാറില്ല, ശബ്ദം ഉയർത്തി പാടാം. യേശു മാറാത്തവൻ, യേശു യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും ഇന്നുമെന്നും കൂടെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ. ഈ സൈഡിൽ പാടുന്നില്ല, ചേർന്ന് പാടാം. യേശു മാറാത്തവൻ, ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും. Come on, യേശു ശബ്ദത്തിൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ. Come on, എല്ലാവരും പാടിയില്ലല്ലോ, എല്ലാ ശബ്ദവും ഉയർത്തി ചേർന്ന്. യേശു മാറാത്തവൻ, യേശുവാ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ. യേശു മാറാത്തവൻ. വെൽക്കം യു ജീസസ്. ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നപ്പോ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും. ഓ യേശുവേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ. രണ്ട് കരവും ഉയർത്തിയത് പാടാം. യേശുവിന്റെ നാമം അത്ഭുതമാണ്. യേശുവേ, ആശ്ചര്യമായ നാമമേ, യേശുവേ, അത്ഭുത
പതിനായിരങ്ങളിൽ സുന്ദരനെ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ മാത്രം, അങ്ങേക്കു തുല്യനായ, ചേർന്ന് പാടാം, അങ്ങേക്കു തുല്യനായ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ. ഓ എല്ലാറ്റിനും മേലായി ഒരേ ഒരു എല്ലാ മുഴങ്കാൽ മടങ്ങുന്ന നാമം, എല്ലാ നാമം പാടിടും, എല്ലാ നാമം പാടും യേശുവിൻ നാമം. ഒപ്പം പറഞ്ഞേ ഇടയില്ല നാമം, എല്ലാറ്റിനും മേലാ, എല്ലാറ്റിനും മേലാ ഒരേ ഒരു എല്ലാ മുഴങ്കാൽ മടങ്ങും. എല്ലാരും കൂടെ ചേർന്ന് പാടാമോ? എല്ലാ നാമം പാടിടും, എല്ലാ നാമം പാടും യേശുവിൻ നാമം. ഒപ്പം പറഞ്ഞിട ഇണയില്ല. ഒന്നുകൂടെ പാടാത്തൊരു കൂടെ ചേർന്ന് എല്ലാറ്റിനും മേലാ, എല്ലാറ്റിനും മേലാ ഒരേ ഓരോ എല്ലാ മുഴങ്കാൽ മടങ്ങിടും നാമം, എല്ലാ നാവും പാടിടും, എല്ലാ നാവും പാടും യേശുവിൻ നാമം. ഒപ്പം പറഞ്ഞിടാം, പറഞ്ഞിട ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ
ഓ ദേവം പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതയാ വന്നിടുതേ ദേവ പ്രസന്നമേ ദേവ പ്രസന്നമേ ദേവ പ്രസന്നമേ ഇറങ്ങിയേ ദേവ പ്രസന്നമേ ദേവ പ്രസന്നമേ ഇറങ്ങിയേ ദേവ പ്രസന്നമേ ദേവ പ്രസന്നമേ ദേവ ഇറങ്ങിയേ വന്നിടേ ദേവ പ്രസന്നമേ ദേവ പ്രസന്നമേ ഇറങ്ങിയേ ദേവ പ്രസന്നമേ ദേവ പ്രസന്നമേ. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാമോ? യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞങ്ങൾ പലപ്പോഴും അങ്ങയുടെ നാമം കേട്ടിട്ടുണ്ട്, യേശു എന്ന് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്, പാട്ടുകൾ കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഇന്നൊരു അനുഭവമാകണം യേശു, എനിക്കിന്നൊരു അനുഭവമാകണം. എല്ലാ കണ്ണുകളും അടച്ചു പറഞ്ഞു. നമ്മൾ സ്ഥിരം യേശുവിനെ കേട്ടിട്ടുണ്ടായിരിക്കും, പാട്ടിലൂടെ, പ്രസംഗത്തിലൂടെ, വീട്ടിലും ഒക്കെ നമ്മൾ യേശുവിനെ കേട്ടിട്ടുണ്ടായിരിക്കും. യേശുവിനെ കേട്ടിട്ടില്ലാത്തവരുണ്ടോ എനിക്കറിയില്ല. യേശുവിനെ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്കിന്ന് അനുഭവിക്കണം, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എനിക്കിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് യേശുവിനെ അനുഭവിക്കണം. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് എനിക്ക് യേശുവിനെ അനുഭവിക്കണം. They want to experience Jesus. They want to taste Him. പറയാം, യേശുവേ, അങ്ങൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് അങ്ങേ അനുഭവിക്കണം. കണ്ണുകൾ അടച്ചു പറഞ്ഞ് എനിക്ക് അങ്ങേ അനുഭവിക്കണം യേശു. യേശു ഇല്ലാതൊരു ജീവിതം, പലപ്പോഴും നമുക്ക് ജീവിതത്തിന്റെ പ്രാധാന്യത ചിലപ്പോൾ അറിയില്ലായിരിക്കും. നമ്മൾ പഠിച്ചു, സ്കൂളിൽ പോയി ഒക്കെ നമ്മുടെ കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടും കളിച്ച് നടക്കുമായിരിക്കും. എന്നാൽ യേശു എന്നൊരു വ്യക്തിയുണ്ട്. Jesus, we love you. I love you. I love യേശുവ, ഞങ്ങൾക്ക് അങ്ങേ വേണം, അങ്ങയുടെ സാന്നിധ്യം വേണം. ഇത് യാഥാർത്ഥികമാണെങ്കിൽ ഞങ്ങൾക്ക് അനുഭവിക്കണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ? ഇതൊരു പ്രോഗ്രാം പോലെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് പോലെയല്ല. ഇതിനെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ എനിക്ക് അനുഭവിക്കണം. എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ എനിക്ക് അനുഭവിക്കണം. എനിക്ക് യേശുവിനെ അനുഭവിക്കണം. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാവരും കണ്ണുകളും അടച്ച് യേശുവിനോട് പറഞ്ഞു, യേശുവേ, എനിക്ക് പാടാൻ കഴിവുണ്ടായിരുന്ന ഒരാളല്ല. എൻ്റെ ശബ്ദം ഇങ്ങനൊന്നും അല്ലായിരുന്നു. നിങ്ങളെപ്പോലെ ഭയങ്കരമായിട്ട് അലമ്പ് കാണിച്ചു. എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ശബ്ദം പൂർണ്ണമായിട്ട് പോയതാണ്. എനിക്കിങ്ങനെ പാടാൻ കഴിവുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇതുപോലുള്ള മീറ്റിങ്ങിനകത്ത് വന്നിരുന്നപ്പോൾ യേശു എന്നൊരു വ്യക്തി എന്നെ സ്പർശിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. യേശുവിന് എന്ത് സാധ്യമാണ്?
ഞാൻ 2-3 തവണ പറയുമ്പോൾ എൻ്റെ വായി നോക്കിയിരിക്കണമായിരുന്നു ഞാൻ പറയുന്ന ഒരാൾക്ക് വ്യക്തമാകണമെങ്കിൽ. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലാത്തുള്ളൂ. എൻ്റെ വായിൽ നിന്ന് കാറ്റ് മാത്രമേ വരുമായിരുന്നു. പക്ഷെ യേശു എന്നൊരാളുണ്ട്. അദ്ദേഹത്തിനെ തൊട്ടതിന് ശേഷമാണ് എൻ്റെ ജീവിതം മാറിയത്. ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നത് യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്. നമുക്ക് ഉണ്ടായിരിക്കാം, അമ്മയുണ്ടായിരിക്കാം, കൂട്ടുകാരുണ്ടായിരിക്കാം, സഹോദരങ്ങളുണ്ടായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ഇല്ലാത്തവരുണ്ടായേക്കാം, മിസ് ചെയ്യുന്നവരുണ്ടായേക്കാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറയട്ടെ, യേശു നിങ്ങൾക്ക് എന്തുമായിട്ട് മാറും. സ്നേഹിതനാണോ, സഖിയായിട്ടാണോ, കൂട്ടുകാരനായിട്ടാണോ, വെറുതെ നിങ്ങളോട് മുമ്പ് വന്ന് പറഞ്ഞ് പറയുകയല്ല. യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്. ഇത് നിങ്ങൾക്ക് ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ട് പറയുകയാണ്, ഒരു പാട്ട് കേൾക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വെറുതെ ഏതോ ചേട്ടന്മാർ വിളിച്ചത് കൊണ്ടോ ഏതോ ചേച്ചിമാർ വിളിച്ചത് കൊണ്ടോ ഇതിനകത്ത് ഇരിക്കുന്നത് പോലെ അല്ല. There is a person called Jesus. യേശു എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ എനിക്കിന്ന് അനുഭവിക്കണം. അങ്ങനെ ഒന്ന് പറയാമോ? ശബ്ദം വരുത്തി പറയാം. യേശു എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ, അയ്യോ ഇത്ര ശബ്ദമുള്ളൂ, നന്നായിട്ട് പറയാം. യേശു എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇപ്പോഴും പലർക്കും നാണക്കേടാണല്ലോ. നന്നായിട്ട് പറയാം. യേശു എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ, കേൾക്കുന്നില്ല? യേശു എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ എനിക്ക് ആ യേശുവിനെ അനുഭവിക്കണം. യേശു എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ, നന്നായിട്ട് പറയാം. യേശു എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇത്രയും ശബ്ദമുള്ളൂ. നിങ്ങൾ വീട്ടിനകത്ത് ഈ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് ആണോ? ഇത്ര ശബ്ദമേ ഉള്ളൂ. ഹലോ, പേടിച്ചിരിക്കുകയാണോ? അതോ ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയാണ്. നിങ്ങൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ യേശു എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് അനുഭവിക്കണം. നന്നായിട്ട് പറയാം. യേശു എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് അനുഭവിക്കണം. നമ്മൾ ചർച്ചിൽ പോകുന്നവരുണ്ടായേക്കാം, ചർച്ചിൽ പോകാത്തവരുണ്ടായേക്കാം, പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പല പ്രാവശ്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് എനിക്ക് യേശുവിനെ അനുഭവിക്കാൻ കഴിയണം. കൊതിയുണ്ടോ അങ്ങനെ? ഇത് കള്ളത്തരമാണോ കർത്താവെ സത്യമാണോ എന്ന് എനിക്കിത് തെളിയണം. കാരണം നിങ്ങളെ യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ യേശുവിന് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയെങ്കിൽ ആ കണ്ണുകൾ അടച്ചിട്ട് ഒരിക്കൽ പറയാം, യേശുവേ, കണ്ണുകൾ അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്, യേശുവേ, യേശുവേ, യേശുവേ. നന്നായിട്ട് എല്ലാവരും വിളിച്ച് യേശുവേ. ഈ ശബ്ദം പോരാ, ഇച്ചിരി കൂടെ ശബ്ദം വരുന്നത്. യേശുവേ, ദിസ് ഇസ് നോട്ട് ഇനഫ്. യേശുവേ, ഇത്ര ശബ്ദമുള്ളൂ. നന്നായിട്ട് യേശുവേ. അങ്ങൊരു വ്യക്തിയാണെങ്കിൽ എനിക്കിന്ന് അങ്ങേ അനുഭവിക്കണം. രഹസ്യം പറയാനല്ല പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു. അങ്ങൊരു വ്യക്തിയാണെങ്കിൽ എനിക്കിന്ന് അങ്ങേ അനുഭവിക്കണം. ഒന്നുകൂടെ പറ, യേശുവേ, അങ്ങൊരു വ്യക്തിയാണെങ്കിൽ എനിക്കിന്ന് അങ്ങേ അനുഭവിക്കണം. ഹല്ലേലൂയ. ഒന്ന് നമ്മൾ പാടാൻ പോവാണ്. യേശുവിന്റെ നാമം അത്ഭുതമാണ്. പാട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല, അറിഞ്ഞൂടാ. പാട്ട് അറിഞ്ഞൂടാ. സിമ്പിളാണ്. അത്ഭുതമായ നാമമേ, പറഞ്ഞു. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ. ഈ എല്ലാ നാമത്തിനും ഒരു സ്വഭാവമാണ്. ഈ പേന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തിനാ പേന? എന്തിനാ പേന? പറഞ്ഞില്ലല്ലോ. എന്തിനാ പേന? കേട്ടില്ല, കേട്ടില്ല. കഴിക്കാനോ? എഴുതാൻ. ഒരു പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ സ്വഭാവം എന്താണ്. ചെയർന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? മൈക്കെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? പാട് അല്ലെങ്കിൽ മൈക്ക് നമ്മുടെ ശബ്ദത്തെ അത്. അപ്പൊ ഓരോ നാമത്തിനും എന്തുണ്ട്? ഒരു ക്യാരക്ടറുണ്ട്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അല്ലെ? സ്റ്റാൻഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ മുഖത്ത് നമുക്ക് എന്തെങ്കിലും വെക്കാം, അല്ലേ? ഇല്ലേ? ഓരോ നാമത്തിനും എന്തുണ്ട്? അതിന്റെ സ്വഭാവമുണ്ട്. ഈ സ്വഭാവം അനുസരിച്ചാണ് ആ നാമം അതിന് വന്നിരിക്കുന്നത്. കീബോർഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അതുണ്ടെങ്കിൽ നമുക്ക് വായിക്കാം, കേൾക്കാം, സംഗീതം ഉണ്ടാക്കാം. ഇതുപോലെ എല്ലാ നാമത്തിനും അതിന്റെ സ്വഭാവമുണ്ട്. യേശു എന്ന നാമം എല്ലാ നാമത്തിനും. നിങ്ങൾ നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുത്ത് ഇങ്ങനെ ഒന്ന് വിട്ടു നോക്കിയേ. നന്നായി ശ്വാസം അധികം വലിച്ച് ഇതിനകത്ത് പോലും എന്ന പേര് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങളുടെ ശ്വാസത്തിനകത്ത് പോലും ഈ നാമത്തെ എന്ത് ചെയ്യാൻ പറ്റും?
ഒരിക്കലും ശ്രമിച്ചു നോക്ക്. നന്നായിട്ട് ഡീപ് ബ്രീത്ത് എടുത്തേ. ശ്വാസത്തിനകത്ത് പോലും ആരെ കേൾക്കാൻ പറ്റും? ആരെ കേൾക്കാൻ പറ്റും? ആരെ കേൾക്കാൻ പറ്റും? യേശു എന്നൊരു വ്യക്തിയുണ്ട്. യേശു എന്നൊരു പാടാമോ? റെഡിയാണോ? ഉറക്കെ ചേർന്ന് പാടാമോ? അത്ഭുതമായ നാമമേ. എല്ലാ നാമത്തിനും മുകളിലാണ് യേശു എന്ന നാമം. ഭൂമിയിൽ ഇന്ന് കാണുന്ന ഈ നമുക്ക് വിഷമം വരുത്തുന്ന രോഗമുണ്ടോ, അതിനകത്തൊരു നാമമുണ്ട്. അതാണ് അതിന്റെ സ്വഭാവം കാണിക്കുന്നത്. മരണം ഒരു നാമമാണ്. പലപ്പോഴും ഏറ്റവും വേണ്ടപ്പെട്ടവരെ നമ്മിൽ നിന്ന് വേർപെടുത്തുന്ന ഒരു നാമമാണ്. അതിന്റെ സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത്. എന്നാൽ അതിന്റെ എല്ലാം മുകളിലാണ് യേശു എന്ന നാമം. ചെറുപാടം. അത്ഭുതമായ നാമം, അതിശയമായ നാമം, ആശ്ചര്യനാമം, എല്ലാ നാമത്തിനും മേലായ നാമം. നന്നായി പാടണം, ശബ്ദം ഉയർത്തി പാടണം. നാണക്കേടൊക്കെ മാറ്റിവെച്ച, ലജ്ജയൊക്കെ മാറ്റിവെച്ച ഫാദർ worship ചെയ്യുക. എല്ലാവരും ചേർന്ന് എല്ലാറ്റിനും മേലാ, എല്ലാറ്റിനും മേലാ ഓരേ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. ചേർന്ന് പാടണം. എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം. എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും നാമം. എല്ലാ നാമം പാടിടും, എല്ലാ നാമം പാടും യേശുവിൻ ഒപ്പം പറഞ്ഞിടാം. എല്ലാ നാമം പാടും യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിടാൻ ഇടയില്ല നാമം. എല്ലാ നാമവും പാടും യേശുവിൻ ഒപ്പം പറഞ്ഞിടാനിടയിൽ. ഒന്നുകൂടെ പാടാമോ? എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം. ഓ എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും നാമം. ഓ എല്ലാ നാമവും പാടും യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിടാനിടയില്ല. എല്ലാ നാമവും പാടിടും. ഓ എല്ലാറ്റിനും മേലായി
യേശുവാ യേശു കൂട്ടുകാരിയോട് പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നത് പറഞ്ഞേ. ജീസസ് ലവ്സ് യു. യേശു നിന്നെ പറഞ്ഞു, യേശു നിന്നെ. തെലുങ്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടമുണ്ടോ? പുതിയ പാട്ട് പഠിക്കാൻ ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണ, വിളിക്കില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടോ? നമുക്കൊരു തെലുങ്ക് പാട്ട് പഠിച്ചാലോ? റെഡിയാണോ? അയ്യോ, നിങ്ങൾ റെഡിയാണോ? സിമ്പിളാണ്, എന്നോട് ചേർന്ന് പാടണം. ചിലപ്പോൾ തെലുങ്ക് വാക്കുകളാണ് നമ്മൾ ചിലപ്പോൾ കേട്ടാൽ ചിരി വരും. എന്നാലും നമ്മൾ പുതിയ ഭാഷ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? പുതിയ പാട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഓക്കെ, സിമ്പിൾ വരിയാണ്, എന്നോട് ചേർന്ന് പറയണം. നന്നു, നന്നായി. നന്നു വെതക്കി വെച്ചാവു. നന്നു വെതക്കി വെച്ചാവു. ഒന്നുകൂടെ, നന്നു വെതക്കി വെച്ചാവു എന്ന് പറഞ്ഞാൽ എന്നെ തേടി വന്നു. എന്ത് ചെയ്തു? എന്നെ റെഡിയാണോ? സിമ്പിൾ അല്ലേ? എന്നെ നന്നു വെതക്കി പറഞ്ഞേ. നന്നു വെതക്കി വെച്ചാവു. നന്നു പ്രേമിഞ്ചാവു. എന്താണ്? നന്നായിട്ട് പറയും. നന്നു ప్రేమించావు, నీ ప్రాణము నుంచి నన్ను రక్షించావు. అందులో నీ ప్రాణము నుంచి నన్ను രക്ഷിച്ചാവു. സിമ്പിൾ അല്ലേ? തെലുങ്ക് സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ പറയാം. നന്നു വെതക്കി വെച്ചാവു, എന്നെ തേടി വന്നു. നന്നു പ്രേമിంచావు, എന്നെ സ്നേഹിച്ചു. നീ പ്രാണമു నుంచి, നിന്റെ പ്രാണൻ നൽകി. നന്നു രക്ഷിച്ചാവു. സിമ്പിൾ അല്ലേ? പഠിച്ചില്ലേ? അടുത്തൊരു 2 വരി കൂടെ ഉള്ളൂ. చాలా చాలా మంచివాడు. చాలా చాలా మంచివాడు. എന്താ? చాలా చాలా സിമ്പിൾ അല്ലേ? പഠിക്കാം. നമ്മൾ ഒരുമിച്ച് പാടാൻ പോവാണ്. చాలా చాలా మంచివాడు എന്ന് പറഞ്ഞാൽ സൂപ്പർ ആണ് യേശു. ரொம்ப ரொம்ப நல்லவர். തമിഴ് പറഞ്ഞാൽ ரொம்ப ரொம்ப ഭയങ്കര സൂപ്പർ. അതാണ് చాలా చాలా మంచివాడు. പറഞ്ഞേ, చాలా చాలా. നമ്മൾ ഒരിക്കൽ പാടുമ്പോൾ നമ്മൾ സെറ്റ് ആകും. നമ്മൾ ഒരുമിച്ച് പാടാൻ പോവാണ്. കേൾപ്പിക്കോ? నన్ను ప్రేమించావు, నీ ప్రాణము నుంచి నన్ను రక్షించావు. నన్ను బ్రతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి. అందుడే నన్ను బ్రతికి వచ్చావు, నన్ను బ్రతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి నన్ను రక్షించావు. అందుడే నన్ను బ్రతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి. ಎಲ್ಲರೂ పాడాలి. ఓ నన్ను బ్రతికి వచ్చావు, నన్ను ప్రేమించావు, నా ప్రాణము నుంచి నన్ను రక్షించావు. నన్ను బ్రతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి. అందుడే పాడము. ఓ నన్ను బ్రతికి వచ్చావు, నన్ను ప్రేమి
వచ్చావు, నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి నన్ను రక్షించావు. చాలా చాలా మంచివాడు నా యేసయ్య, చాలా చాలా మంచివాడు, చాలా 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 మంచివాడు నా యేసయ్య, చాలా 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 మంచివాడు నా యేసయ్య, చాలా చాలా మంచివాడు. చాలా చాలా మంచివాడు నా యేసయ్య. ಎಲ್ಲರೂ చేతులు పడము. చాలా 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 మంచివాడు నా యేసయ్య, చాలా చాలా మంచివాడు, చాలా చాలా మంచివాడు. ఎన్నో చేతులు పడము. నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి నన్ను రక్షించావు. నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి నన్ను రక్షించావు. మొదలు పడము. నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి నన్ను రక్షించావు. పడతుడు చేతులు. నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు, నన్ను ప్రాణము నుంచి నన్ను రక్షించావు. కైని పిడిచే. చాలా చాలా మంచివాడు నా యేసయ్య, చాలా చాలా. പറഞ്ഞേ കൈയെല്ലാം ഇങ്ങനെ വെച്ചേ, എല്ലാവരും കൈയെല്ലാം ഇങ്ങനെ വെച്ചേ, എല്ലാവരും ഇങ്ങനെ വെച്ച്. എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാളും പുറകിലുള്ള ഒരു പാടുകാൻ തോന്നുന്നു. പക്ഷേ നന്നായിട്ട് കൈയെല്ലാം എടുത്തേ, കൈയെല്ലാം എടുത്തേ. ചല 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 మంచివాడు నా యేసయ్య, చాలా చాలా మంచివాడు. ഒന്നുകൂടെ. ഹേ చాలా చాలా మంచివాడు. தமிழ் கூட பாடணும். ரொம்ப ரொம்ப நல்லவரே என்னே சப்பா, ரொம்ப ரொம்ப நல்லவரே. ഒന്നുകൂടെ. come on. ரொம்ப ரொம்ப. ഇതിനേക്കാൾ നന്നായിട്ട് പാടാൻ പറ്റും. ரொம்ப ரொம்ப நல்லவர், ரொம்ப ரொம்ப நல்லவரே என்னே சப்பா. ഈ സൈഡ് ചേർത്ത് പാടി. ரொம்ப ரொம்ப நல்லவரே. കേൾക്കാൻ പാടില്ല. ഒന്നുകൂടെ. ഹേ ரொம்ப ரொம்ப. ഒന്നുകൂടെ ചേർത്ത്. ரொம்ப ரொம்ப நல்லவரே, ரொம்ப ரொம்ப. ரொம்ப நல்லவரே, ரொம்ப ரொம்ப நல்லவரே என்னே సప్పా, ரொம்ப ரொம்ப. తెలుగు. చాలా చాలా మంచివాడు నా యేసయ్య, చాలా చాలా మంచివాడు. అందులో చాలా చాలా యాక్షన్ కూడా కానిస్తుంది మేడం. చాలా 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 మంచివాడు నా యేసయ్య. నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి നന്നു രക്ഷിച്ചാവൂ. എന്നെ തേടി വന്നു, എന്നെ സ്നേഹിച്ചു, അവന്റെ പ്രാണൻ കൊടുത്തു, എന്നെ രക്ഷിച്ചു. പറഞ്ഞു, എന്നെ തേടി വന്നു. അയ്യോ, എന്നെ തേടി വന്നു, എന്നെ സ്നേഹിച്ചു, ആ പ്രാണൻ നൽകി എന്നെ രക്ഷിച്ചു. നമ്മൾ ഒരുമിച്ച് പാടാൻ പോവാണ്. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് പാടി സ്തുതിക്കാൻ പോവാണ്. ഹല്ലേലൂയ. Here we go. నన్ను ప్రేమించావు, నీ ప్రాణము నుంచి నన్ను రక్షించావు. నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి. ഇത് പാടി പഠിക്കാൻ നിർത്തില്ല. നന്നെ വെതിക്കി വെച്ചാവു, നന്നെ പ്രേമിച്ചാവു, నీ ప్రాణము నుంచి నన్ను. నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు,
ഇവിടെ ഒരു കൂട്ടർക്ക് നാണക്കേടാണ്, അവിടെ ഒരു കൂട്ടർക്ക് ഇങ്ങനെയാണ്. ഇതിങ്ങനെ പിടിക്കണോ ഇതിങ്ങനെ പിടിക്കണോ എന്നാണ് ഇവിടെ ഒരു കൂട്ടർ. ഇവിടെ നാണക്കേടാണ്. നമ്മൾ ഒരുമിച്ചാണ് പാടി ആരാധിക്കാൻ പോകുന്നത്. നമ്മൾ യേശുവിനെ നമ്മൾ എന്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു അതിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മൾ എന്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു? ക്രിക്കറ്റ് IPL കാണുമ്പോൾ 6 അടിക്കുമ്പോൾ നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? നമ്മുടെ സ്വന്തം ടീം അടിക്കുമ്പോൾ ആ ഒരു ആവേശം കയറി വരാറില്ലേ? ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ അല്ല, ഇങ്ങനെ പിടിച്ചേ, ചാല ചാല അച്ഛൻ കാണിച്ച് പറ, ഏറ്റവും ബെസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. യേശു എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്, അത് എക്സ്പ്രസ് ചെയ്യണം. പാടും എന്ത് ചെയ്യണം? എന്നെ നോക്കി കാണിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരി നോക്കി കാണിക്കുക. ചാല ചാല മഞ്ചി പാടു എന്നേസയ്യ, ചാല ചാല. റെഡിയാണോ? നൃത്തത്തോടെ പാടി ആരാധിക്കാൻ റെഡിയാണോ? 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 കേൾക്കുന്നില്ല. റെഡിയാണോ? Yes or no? റെഡിയാണോ? We're going to celebrate Jesus. റെഡിയാണോ? Come on, here we go. Chala manjivadu na yesaya. Come on, come on, chala chala. Hey, chala chala manjivadu na yesaya. Adikina kuttukaru kali chala chala manjivadu. Chala chala manjivadu na yesaya. Chala chala, chala chala manjivadu. Chala chala manjivadu. Nana bedaki bachavu, nana bedaki bachavu, nana preminchavu. నన్ను రక్షించావు, నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణం చదవడము. నన్ను వెతికి వచ్చావు, నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణం నుంచి. నన్ను వెతికి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణం నుంచి. చాలా చాలా హే చాలా చాలా మంచివాడు. నాన్నగారికి మాట చేరవే. చాలా చాలా మంచివాడు నా యేసయ్య. చాలా 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 మంచివాడు. చాలా చాలా మంచివాడు నా యేసయ్య. చాలా చాలా మంచివాడు. చాలా చాలా ఇక మూడు తమిళ్ ரொம்ப ரொம்ப நல்லவர் యేసు. ரொம்ப ரொம்ப நல்லவரே యేసప్ప. ரொம்ப ரொம்ப come on sing together. ரொம்ப ரொம்ப நல்லவரே, ரொம்ப ரொம்ப நல்லவர், ரொம்ப ரொம்ப நல்லவரே, ரொம்ப ரொம்ப நல்லவர், ரொம்ப ரொம்ப நல்லவரே. எல்லாரும் கூட ചേർന്ന് చాలా చాలా మంచివాడు. చాలా చాలా మంచి భార్య నాన్నకి మాటి వచ్చే. చాలా చాలా మంచివాడు. చాలా చాలా మంచివాడు. చాలా చాలా మంచివాడు నా యేసయ్య. చాలా చాలా మంచివాడు. చాలా చాలా మంచివాడు. എന്നെ തേടി വന്നു, എന്നെ സ്നേഹിച്ചു, നിൻ ജീവൻ നൽകി എന്നെ രക്ഷിച്ചു. എന്നെ തേടി വന്നു, എന്നെ സ്നേഹിച്ചു, നിൻ ജീവൻ നൽകി. എന്നെ വെതക്കി വെച്ചാവു, എന്നെ വെതക്കി വെച്ചാവു, എന്നെ പ്രേമിച്ചാവു, నీ ప్రాణము నుంచి నన్ను రక్షించావు. ఎന്നെ వెతకి వచ్చావు. ఇచ్చిన శబ్దത്തിൽ నన్ను వెతకి వచ్చావు, నన్ను ప్రేమించావు, నీ ప్రాణము నుంచి. ఒక్కడు పాడము. నన్ను వెతకి వచ్చావు, నన్ను ప్రేమించావు. చాలా చాలా మంచివాడు. చాలా చాలా మంచివాడు. చాలా 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 మంచి. చాలా చాలా మంచివాడు నా యేసయ్య. యేసప్ప. చాలా చాలా మంచివాడు. చాలా చాలా మంచివాడు. చాలా చాలా మంచి యేసప్ప. చాలా చాలా
ஏசப்பா ரொம்ப 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 நல்லவர், ரொம்ப ரொம்ப நல்லவரே. என் ஏசப்பா ரொம்ப 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 நல்லவரே, ரொம்ப ரொம்ப நல்லவரே. ரொம்ப ரொம்ப நல்லவர், ரொம்ப ரொம்ப நல்லவரே. ரொம்ப ரொம்ப நல்லவரே, ரொம்ப நல்லவர், ரொம்ப ரொம்ப. என் ஏசப்பா ரொம்ப ரொம்ப நல்லவரே. ஹல்லேலூயா. രണ്ട് കരവും ഉയർത്തി ശബ്ദത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. കണ്ണുകളെല്ലാം അടച്ച്. യേശു നല്ലവനാണ്. വീണ്ടും പ്രാർത്ഥിക്കണം, ഇന്ന് രാത്രി എനിക്ക് യേശുവിനെ അനുഭവിക്കണം. Want to experience Jesus. മഹൽ സ്നേഹം പരലോക പിതാവോ പറഞ്ഞ യേശുവേ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. പറയാമോ? യേശുവേ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു, ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത് യുഗകാലം വരെയും. ആരൊക്കെ പിരിഞ്ഞാലും ചേർന്ന് പാടുന്നു. ഇത് പിരിയാത്ത ബന്ധമാണ്. ഒരിക്കലും ഒരിക്കലും